എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗൾഫ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഴങ്ങളുടെ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഗൾഫ് യുദ്ധം കാരണം കയറ്റുമതി നിലച്ചുപോയ പഴങ്ങളുടെ റാണിയായിട്ടുള്ള മാങ്കോസ്റ്റിനും പോഷകങ്ങളുടെ കലവറയായിട്ടുള്ള റംബൂട്ടാനും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. കയറ്റുമതി നിലച്ചതും കടകളിൽ വിൽപ്പന വിലയും കുറഞ്ഞതാണ് പഴറാണികൾ പാതയോരങ്ങളിൽ ഇറക്കുവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. താമര, ചക്ക, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയും കയറ്റുമതിയിൽ കുടുങ്ങി പാതയോരത്ത് വിൽക്കപ്പെടുന്നുണ്ട്. വിളവെടുപ്പ് സീസണിലാണ് ഗൾഫ് യുദ്ധം തുടങ്ങിയത്. പഴങ്ങളുടെ കൂട്ടത്തിൽ കനത്ത വിലയിടിവും വിൽപ്പന കുറവും നേരിട്ടത് റംബൂട്ടാനും മാങ്കോസ്റ്റിനുമാണ്. കിലോയ്ക്ക് മെട്രോ സിറ്റികളിലും വിദേശത്തും 800 രൂപ വിലയുള്ള മാങ്കോസ്റ്റിൻ ഇപ്പോൾ പാതയോരത്ത് മുന്തിയ ഇനത്തിന് 250 രൂപയ്ക്കും ചെറിയ ഇനത്തിന് 150 രൂപയ്ക്കുമാണ് വിറ്റഴിക്കുന്നത്. 400 രൂപ വിലയുള്ള റംബൂട്ടാൻ 160 രൂപയ്ക്കും ഇപ്പോൾ പാതയോരത്ത് ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലും മുംബൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലേക്കാണ് കിഴക്കൻ മേഖലയിൽ നിന്ന് റംബൂട്ടാനും മാങ്കോസ്റ്റിനും കയറ്റിപ്പോയിരുന്നത്. വിദേശ കയറ്റുമതി നിലച്ചതോടുകൂടി ആഭ്യന്തര വിപണിയിലും വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. റംബൂട്ടാൻ കൃഷി വ്യാപകമായിട്ടും ഉൽപാദനം വർദ്ധിച്ചതും വിലയിടിയുവാൻ കാരണമായിരിക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ മേൽത്തരം റംബൂട്ടാനും മാങ്കോസ്റ്റിനുമാണ് ആഭ്യന്തര വിപണിയിൽ താരം. ഇത് കിഴക്കൻ മേഖലയിൽ റംബൂട്ടാന്റെ ഡിമാൻഡ് ഇടിയുവാൻ കാരണമായി. റബ്ബർ കൃഷി നടത്തിയിരുന്ന പല കർഷകരും റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞതാണ് മേഖലയിൽ ഉൽപാദനം കൂട്ടാൻ ഇടയാക്കിയിരിക്കുന്നത്. വില കൂടിയ പഴമെന്ന നിലയിൽ സാധാരണ ജനങ്ങൾ റംബൂട്ടാനോടും മാങ്കോസ്റ്റിനോടും അകലം പാലിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കിഴക്കൻ മേഖലയിൽ റംബൂട്ടാൻ കൃഷി വൻതോതിൽ വ്യാപിച്ചിരിക്കുകയാണ്. 2 ആഴ്ചയായിട്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കനത്ത മഴ കാരണം വലിയ തോതിൽ കായ്കൾ കൊഴിഞ്ഞതും ഇപ്പോൾ വിപണിയിൽ വിൽപ്പന കുറഞ്ഞതും റംബൂട്ടാൻ കർഷകരെ കനത്ത നഷ്ടം വരുത്തിയിരിക്കുകയാണ്. മാങ്കോസ്റ്റിൻ കൃഷിയും പഴ ലഭ്യതയും റംബൂട്ടാനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. സീസൺ പഴമായിട്ടുള്ള റംബൂട്ടാൻ മെയ് മുതൽ 3 മാസമാണ് വിളവെടുപ്പ് ലഭിക്കുന്നത്. ഇക്കാലത്ത് മലയാളികൾ പൊതുവെ പഴങ്ങളോട് വേണ്ടത്ര താല്പര്യം കാട്ടാത്ത കാലവുമാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.